സ്വാഭാവികമായ മരണം എന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഉള്ളടക്കം. ആ വാർത്ത രാവിലെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വരുന്നത്. ശരീരത്തിൽ ചില ചതവുകൾ ഉണ്ടായിരുന്നു, അത് മരണകാരണമല്ല എന്നതും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭഗവാന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്നും വിശ്വാസം കൊണ്ട് ഞാൻ ഭഗവാനുമായിട്ട് ഓം നമഃശിവായ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കഴിഞ്ഞു. അല്ല, അതെ, പോലീസിന്റെ കൂടെയും ഡോക്ടറൊക്കെ നമ്മൾ സമീപിച്ചപ്പോഴും മറിച്ചൊരു തീരുമാനം വന്ന കേസുകൾ എണ്ണി പറയാൻ പോലും ഉള്ളതില്ല. പോലീസ് ഓഫീസർമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അനുഭവമുള്ളവരെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തിരിച്ചൊന്ന് സംഭവിച്ചിട്ടില്ല. പിന്നെ ഇതിലെ അവരുടെ സത്യസന്ധത കൂടി നമ്മൾ മാനിച്ചാണ് പറയുന്നത്. എന്നാലും ആ റിപ്പോർട്ട് വരട്ട് അന്ന് ഇതുപോലെ വിളിച്ച് എല്ലാവർക്കും അത് എത്തിക്കും. ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 4ാമത്തെ പാരഗ്രാഫ് ഇപ്പോൾ നമ്മൾ കുടുംബം മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട്, സമാധിയായി ഉൾപ്പെടെ നമുക്ക് കാണാം. നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. പറയുന്നത് അല്പം മുമ്പാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. മരണം സ്വാഭാവിക മരണമാണ്. ശരീരത്തിൽ ചില ചതവുകൾ ഉണ്ടായിരുന്നു, പക്ഷേ മരണത്തിന് കാരണമാകുന്ന ആഴത്തിലുള്ള മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ ഗോവന്റെ ഭാര്യ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ബി ജെ പി നേതാക്കൾ, VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരെ അവിടെ നമ്മൾ 4ാമത്തെ പാരഗ്രാഫിൽ സമാധിയായിരുന്നു ഇങ്ങനെ ഒരു യാതൊരു എക്സ്റ്റേണൽ അതിന്റെ റിപ്പോർട്ടിന്റെ പക്ഷേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവസാനമായി തന്നെ പറയുന്നുണ്ട് മരണകാരണം എന്താണ് എന്നുള്ളത് ഫോറൻസിക് പരിശോധനയുടെ റിപ്പോർട്ട് വന്നാലേ വ്യക്തമാകും എന്നുള്ള കാര്യം. അപ്പൊ അതെങ്ങനെയാണത്? അല്ല, പ്രാഥമികമായിട്ട് 80% റിപ്പോർട്ട് ജിബിൻ JP വിവരങ്ങളുമായുണ്ട്. ജിബിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്? രതീഷ്, ഇന്ന് രാവിലെയോട് കൂടിയാണ് കുടുംബത്തിന് ഈ നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള ഗോവന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് SH കുടുംബത്തിന് സമർപ്പിച്ചത് ഇന്ന് രാവിലെയാണ്. ഇതിനുശേഷമാണ് ഈ കുടുംബം ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിനായി വീട്ടിലേക്ക് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ മരണകാരണമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുറച്ച് മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു, അതൊന്നും തന്നെ ആഴത്തിലുള്ളതല്ല എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ശാരീരികമായൊക്കെ തീർച്ചയായിട്ടും ജിബിൻ, അതായത് രതീഷ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപമാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. അതനുസരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ചെറിയ ചതവുകളുണ്ട്, എന്നാൽ സ്കള്ളിനോ അതോടൊപ്പം തന്നെ മറ്റു ബോണിനോ ഒന്നും പരിക്കേറ്റതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. മറ്റെന്തെങ്കിലും അദ്ദേഹത്തിന് ലിവർ പൂർണ്ണമായി കരൾ രോഗം നന്നായി ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ട് ഇനിയും വരാനുണ്ട്, മറ്റെന്തെങ്കിലും രീതിയിലുള്ള മരണകാരണമാണോ എന്നുള്ളത്. പക്ഷേ ഇതിൽ അസ്വാഭാവികമായത് ഒന്നുമില്ല എന്നാണ് കൃത്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കൂടി വരുമ്പോൾ കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ട്.